600 കോടി ബഡ്ജറ്റിൽ ഇന്ന് തിയേറ്ററിലെത്തിയ പ്രഭാസ് മൂവിയാണല്ലോ കൽക്കി. ചിത്രത്തിൻ്റെ ആദ്യ റിവ്യൂസ് കാര്യങ്ങളെല്ലാം വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്നു കഴിഞ്ഞു. ഗംഭീര റിപ്പോർട്ട് തന്നെയാണ് ഈ ഒരു ചിത്രത്തിന് കണ്ട പ്രേക്ഷകരിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒരു ഹോളിവുഡ് സിനിമയെല്ലാം കണ്ടുവന്നിട്ട് നമുക്കും ഇത്തരത്തിലുള്ള ഒരു സിനിമ ഇന്ത്യയിൽ വരണമെന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കാറില്ലേ? അത്തരത്തിലുള്ള സിനിമയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നാണ് കണ്ട പ്രേക്ഷകർ കൽക്കിയെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത്. 600 കോടി ബഡ്ജറ്റ് ഈ ഒരു ചിത്രത്തിന് ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാനുണ്ട്. അതെവിടെയും നഷ്ടമായി എന്നുള്ള ഫീൽ ചെയ്യുന്നില്ല. ഒട്ടനവധി താരങ്ങളാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നത്. പ്രഭാസും കമൽഹാസനും അതോടൊപ്പം തന്നെ അമിതാഭ് ബച്ചനെല്ലാം തകർത്തെറിഞ്ഞിട്ടുണ്ട്. കമൽഹാസന് കുറച്ചും കൂടെ സെക്കൻഡ് പാർട്ടിനുള്ള സ്പേസ് കൊടുത്തിട്ടാണ് സിനിമ അവസാനിക്കുന്നത് എന്നും കൂടെ അറിയാൻ സാധിച്ചു. മലയാളത്തിലെ പരിചിത മുഖങ്ങളും ഈ ഒരു ചിത്രത്തിലുണ്ടല്ലോ. ശോഭന ആ ഒരു റോൾ ഗംഭീരമാക്കി. അതോടൊപ്പം തന്നെ അന്ന ബെൻ ചെയ്ത ക്യാരക്ടർ ഗംഭീരമാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ചെറിയ ഒരു സ്ക്രീൻ ടൈമും കാര്യങ്ങളെല്ലാം സിനിമയിലുള്ളൂ എങ്കിലും അത് ഗംഭീരമായി പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. ചിത്രത്തിലെ നായകനും സംവിധായകനും ഇന്നലെ പുറത്തുവിട്ട മറ്റൊരു അപ്ഡേറ്റ് ആയിരുന്നല്ലോ ചിത്രത്തിൽ ദുൽഖർ സൽമാനും എത്തുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ തൻ്റെ റോളും ഗംഭീരമായി തന്നെ ദുൽഖർ സൽമാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. നായകനേക്കാൾ ഒരു പടി മുന്നിലാണ് അമിതാഭ് ബച്ചൻ ചെയ്ത ക്യാരക്ടർ എന്നും കൂടെ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത്തരത്തിലാണ് പ്രേക്ഷകർ അമിതാഭ് ബച്ചൻ്റെ പെർഫോമൻസിനെ കുറിച്ച് വാചാലമായി സംസാരിക്കുന്നത്. എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് റിപ്പോർട്ട് നേടിയെടുത്ത കൽക്കി എന്ന ചിത്രത്തിൻ്റെ കളക്ഷനും കാര്യങ്ങളെല്ലാം 1000 കോടിക്ക് മുകളിൽ നിന്നും എണ്ണി തുടങ്ങിയാൽ മതി. അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് റിപ്പോർട്ടാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇനി കളക്ഷൻ വേട്ട ഉയരുന്ന കാഴ്ച.